തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച് ഇന്ത്യയുടെ 11ാമത് പ്രസിഡന്റായി ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന വിശേഷണത്തോടെ നമ്മൾ ഇന്ത്യക്കാർ ഏറെ സ്നേഹത്തോടെ കാണുന്ന വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ പ്രഭാഷണങ്ങളും മോട്ടിവേഷൻസും ഒക്കെ നമ്മൾ ഏറെ ഇഷ്ടത്തോടെ കേട്ടിരിക്കാറുണ്ട്. രാജ്യം ഏറെ ഇഷ്ടത്തോടെ കാണുന്ന ആ വ്യക്തിയുടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് ഈ വീഡിയോയുടെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ കണ്ടത്. ഒരു പരിപാടിയുടെ വിശിഷ്ടാതിഥിയായി വേദിയിലേക്ക് എത്തിയ ശ്രീ APJ അബ്ദുൽ കലാം വേദിയിൽ തനിക്ക് മാത്രം പ്രത്യേകമായ, അതായത് മറ്റുള്ള ഇരിപ്പിടങ്ങളെക്കാൾ വിശിഷ്ടമായതെന്ന തരത്തിലുള്ള തനിക്ക് വേണ്ടി ഒരുക്കിയ ഇരിപ്പിടം നീക്കി എല്ലാവർക്കും ഒരുപോലെയുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കി തുല്യതയുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ സമത്വത്തിന്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഫെമിനിസത്തിന്റെ രാഷ്ട്രീയം അവിടെ ആ വേദിയിൽ വിഭാവനം ചെയ്തു. ഏറെ മാനസിക ഉല്ലാസം ഓരോ ഇന്ത്യക്കാരനും നൽകിയ ആ പ്രവൃത്തിയെ ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നതാണ് വാസ്തവം. ഇനി നമുക്ക് വർത്തമാനകാലത്തെ മറ്റൊരു ഡയമെൻഷനിലേക്ക് പോകാം. അടുത്ത ജന്മത്തിൽ വിശ്വസിക്കുന്ന, അടുത്ത ജന്മം സാധ്യമെങ്കിൽ അവിടെ ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറ് ആധുനിക യുഗത്തിന് ചേർന്നതല്ല എന്നത് പുരോഗമന ജനതയോട് എടുത്തു പറയേണ്ട കാര്യമില്ല. മനുഷ്യരെ വർഗീയമായി ഭിന്നിപ്പിച്ച് നിർത്തി അധികാരം എക്കാലവും കയ്യിലൊതുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവിന് ആധുനിക പുരോഗമന ശാസ്ത്രബോധമുള്ള സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്നത് ആവർത്തിച്ച് ചിന്തിക്കാതെ ഉറപ്പിച്ചു പറയാവുന്ന കാര്യമാണ്. പ്രജകളാണ് രാജാവ് എന്നൊക്കെ ആ പാരലൽ വേൾഡിൽ ജീവിക്കുന്ന മനുഷ്യർ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ അവർ സ്വയം കരുതുന്നത് സമൂഹത്തിൽ ആധുനിക മൂല്യങ്ങളുള്ള എന്തോ ആണ് താൻ പങ്കുവെച്ചത് എന്നൊക്കെയാണ്. സത്യത്തിൽ രാജാവ്, പ്രജ, അടിയൻ, ഉത്തരവ് അങ്ങനെയൊക്കെ തുടങ്ങുന്ന വാക്കുകൾക്ക് പോലും ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സ്ഥാനമില്ല എന്നത് കാളവണ്ടി സഞ്ചാരികളായ ഈ ഗോത്രീയ മനുഷ്യർക്ക് യാതൊരു അവബോധവുമില്ല എന്നതാണ് സത്യം. വിഷുവും ശ്രീകൃഷ്ണനും കൈനീട്ടവും കണിയും കണിക്കൊന്നയും കോടിയും കോണകവുമെല്ലാം ഗോത്രീയ അപരിഷ്കൃത ചര്യകളായിരിക്കെ റോഡ് വക്കത്ത് സഞ്ചരിക്കുന്ന വാഹനം നിർത്തിയിട്ട് അതിനുള്ളിൽ തന്നെ ഇരുന്ന് തൻ്റെ പൂജനീയ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് കൈനീട്ടം നൽകുന്നത് നന്മ മരമാകാൻ വേണ്ട ഗുണങ്ങളിൽ ഒന്നാണെന്ന ധാരണ ഒരു മതജീവിയുടെ തലച്ചോറിൽ മാത്രം ഉത്ഭവിക്കുന്ന ഒന്നാണ്. ഒരു വർഗീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്ത് നിരന്തരമായ തോൽവികൾക്ക് ശേഷം ഭരണവിരുദ്ധ വികാരവും ഭരണമുന്നണിയിലെ പ്രധാന കക്ഷി 24:7 എന്ന അനുപാതത്തിൽ നടത്തുന്ന ഇസ്ലാം പ്രീണനവും ക്യാപ്റ്റന്റെയും കുടുംബത്തിന്റെയും തീവട്ടിക്കുള്ളയും തുടർച്ചയായ തോൽവികളിൽ നിന്നും ഉണ്ടായ സഹതാപവും ഒക്കെ തിരഞ്ഞെടുപ്പിൽ അനുകൂലമായി വന്നു ചേർന്നപ്പോൾ പ്രസ്തുത ഗോത്രീയ ജീവിക്ക് വൻപിച്ച വിജയമാണ് ഇത്തവണത്തെ പാർലമെന്റ് ഇലക്ഷനിൽ തൃശ്ശൂരിലെ ജനങ്ങൾ സമ്മാനിച്ചത്. മായാവി എന്ന മലയാള സിനിമയിലെ സലീം കുമാർ അവതരിപ്പിച്ച കഥാപാത്രത്തിന് സിനിമയ്ക്കുള്ളിൽ കഥയിൽ നിന്ന് ലഭിക്കുന്ന അപ്രതീക്ഷിതമായ അംഗീകാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു നടക്കുന്ന ആ സീൻ മലയാളികൾക്ക് മറക്കാനാകില്ല. എനിക്ക് തോന്നുന്നു ഏതാണ്ട് അതേ മാനസികാവസ്ഥയിലാണ് സുരേഷ് ഗോപി. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ എണ്ണി പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഒരു സിനിമയുടെ ദൈർഘ്യം വന്നേക്കാം. പട്ടി ഷോ എന്ന വാക്കിനെയൊക്കെ അതിൻ്റെ അർത്ഥതലങ്ങൾക്ക് യാതൊരു കോട്ടവും തട്ടാതെ അന്വർത്ഥമാക്കുകയാണ് ടിയാൻ. തുടക്കത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു വേദിയിൽ എല്ലാവർക്കും ഒരേപോലത്തെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ച് സമത്വത്തിന്റെ രാഷ്ട്രീയം പങ്കിട്ടപ്പോൾ നമ്മുടെ നടൻ അതിനെ ഒന്ന് പകർത്തി കയ്യടി വാങ്ങാൻ നടത്തിയ ശ്രമമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗം. ശംഖ് ഊതുന്നവനെ കണ്ടിട്ട് കേൾവി ശക്തിയില്ലാത്ത സുഹൃത്ത് വിചാരിച്ചു തന്റെ സുഹൃത്ത് കരിക്ക് കുടിക്കുകയാണെന്ന്. കുടിച്ചിട്ടിങ്ങിടലയാ, ഞാൻ വെട്ടി തിന്നോളാം എന്ന തരത്തിൽ കാത്തു നിൽക്കുന്ന ചെകിടനെ സ്മരിപ്പിക്കും വിധം സംഘികളെല്ലാം വരും ജന്മ ബ്രാഹ്മണന് വേണ്ടി വ്യാഖ്യാന ഫാക്ടറികൾ തുറന്ന് ഓവർ ടൈം പണിയെടുക്കുകയാണ്. ഹേ പ്രഭു, ആ വേദിയിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള കസേരയാണ് ക്രമീകരിച്ചിരുന്നത്. APJ അബ്ദുൽ കലാമിനെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്തായിരുന്നു അന്ന് ചെയ്തത് എന്ന തിരിച്ചറിവെങ്കിലും വേണം. ഞങ്ങൾക്കറിയാം ഇത് താങ്കളുടെ കുറ്റമല്ല. തിരിച്ചറിവും അവലോകന ശേഷിയുമുള്ള ഒരാളും സംഖ്യയോ കമ്മിയോ ആവില്ലല്ലോ. ഇനിയെങ്കിലും ഇങ്ങനെ പരിഹാസ്യനാവാതെ വരുന്ന 5 കൊല്ലം ഭിന്നിപ്പിച്ച് ഭരിക്കാൻ കിട്ടിയ അവസരം വേണ്ട വിധം ഉപയോഗിച്ച് നരേന്ദ്രമോദി എന്ന രാജാവിന്റെ ഉത്തമ അനുയായിയായ പ്രജയായി വരുംകാലത്ത് പൂണൂൽ ധരിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടങ്ങ് നടന്നാൽ പോലെ എന്തിനാണ് തൃശ്ശൂരുകാർക്ക് നാണക്കേട് ഉണ്ടാക്കുന്നത്?